എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഫാദറിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വന്നപ്പോൾ സിനിമയുടെ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരുന്ന ടൈമായിരുന്നു. ഈ ഫിലിംസ് ലൈക്ക് സോൾട്ട് ആൻഡ് പെപ്പർ, തട്ടത്തിൻ മറയത്ത്, ഡയമണ്ട് നെക്ലേസ്, ഇതൊക്കെ. അപ്പൊ അന്നാണ് ഞാൻ ഇവരുടെ എല്ലാം സംസാരിച്ച് തുടങ്ങുന്നതും. അപ്പൊ ഇവര് തിയേറ്ററിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യും, ഞാൻ സിനിമയെ കുറിച്ച് അറിയാനും തുടങ്ങി മൊത്തത്തില്. അപ്പൊ ആ സമയത്ത് അടികപ്പിയരെ കൂട്ടമണി ട്രിവാൻഡ്രത്തിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ധ്യാന ഇതേപോലെ അളിയനാണ് ആദ്യമായിട്ട്, ഒരു പ്രൊഡ്യൂസറേ ഉള്ളായിരുന്നു. അപ്പൊ ഇതേപോലെ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരാളും കൂടെ വേണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ധ്യാൻ എൻ്റെ അടുത്ത് ഒരു ദിവസം കൊച്ചിയിൽ വിളിച്ച് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ എന്തെങ്കിലും ആയിരിക്കും വന്നു. രണ്ടും നേരെ തോളിച്ചിട്ട്, അളിയനാണ് എൻ്റെ പടത്തിന്റെ പ്രൊഡ്യൂസറിന്. അപ്പൊ ഞാനാണെങ്കിൽ എനിക്കൊരു അറിയത്തില്ല മൊത്തത്തില്. അപ്പോൾ എൻ്റെ ഒരു റീസൺ പറഞ്ഞു, ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ആസ് എ ഡയറക്ടർ, ചേട്ടനും എൻ്റെ അച്ഛനും ഓൾറെഡി സിനിമ എടുത്തിട്ടുണ്ട്. സോ നീയും ഇതേപോലെ നിൻ്റെ ഒരു ലെഗസി അടുത്ത പ്രൊഡക്ഷനിൽ വരണം. പക്ഷെ ഒരു കാര്യം, നീ ഒന്നും അറിയണ്ട, എല്ലാം അജു നോക്കിക്കോളും. പിന്നെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അവൻ ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തത്, അതായത് അവൻ തന്നെ ഇവനെ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാര്യം അവനും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇതിനെ കുറിച്ച്. ഇതെല്ലാം അറിയാവുന്ന അതുകൊണ്ട് ഇയാൾ വന്നത് കൊണ്ടാണ് ആ പടം ലവ് ആക്ഷൻ ഡ്രാമ ഇറങ്ങിയത്.